ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പം മൂന്നാർ എക്കോ പോയിൻ്റ് അവിടെ ഭയങ്കര തണുപ്പ്, എനിക്ക് സംസാരിക്കാൻ പോലും പറ്റത്തില്ല. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. എനിക്ക് ഈ വീഡിയോയിലൊന്നും എനിക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല, അത്രയ്ക്കും രസം ഇത് കാണാൻ. എന്താ പറയുക, ഇവിടെ നിന്ന് നമ്മൾ ഒച്ച കൂട്ടി സംസാരിച്ച് കഴിഞ്ഞാൽ അത് എക്കോ ആയിട്ട് പോകുന്ന പറയണത്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. പക്ഷെ ഭയങ്കര തണുപ്പ്, എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷെ അടിപൊളിയാട്ടോ, മഴയും തണുപ്പും ഫുൾ സീനറി പൊളിയാണ്. നമുക്ക് അടിപൊളി. സത്യം പറഞ്ഞാൽ എടുത്തു പറയേണ്ടത്. അടിപൊളിയാ. ചെടികളൊക്കെ നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റും. എന്നാലും ഇവർ പറയുന്ന ഒരു പ്രത്യേകതരം ചെടികളുണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട് എന്നൊക്കെ പറയണേ. പക്ഷെ എന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു ക്ലൈമറ്റ് ആണ്. നല്ല ബെസ്റ്റ് ക്ലൈമറ്റ് സത്യം പറഞ്ഞു. ഇപ്പം മഴ പെയ്യാൻ തുടങ്ങി. റെയിൻ കോട്ട് എടുക്കാൻ ഞാൻ മറന്നുപോയി. അതുകൊണ്ട് പക്ഷെ മഴ എൻജോയ് ചെയ്യണം അല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. അത്രയും ഹെവി റെയിൻ അല്ല, പക്ഷെ എന്നാലും നല്ല 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 ഫീലിംഗ് ആണ്. ഹലോ ഗായ്സ്, അപ്പം ഇപ്പം ഞാൻ ഇരവിക്കുളം നാഷണൽ പാർക്കിലാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് സത്യം പറഞ്ഞാൽ രാജമല എന്നാണ് പേര്. ഇവിടെ എന്തോ ഒരു പൂവുണ്ട്. അത് 12 ഇയേഴ്സിൽ ഒറ്റൊരു പ്രാവശ്യമേ അത് വരത്തുള്ളൂ. അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് ബസ്സിൽ ഒരു പോയിന്റ് വരെ അവർ എത്തിക്കും. എന്ന് വെച്ചാൽ ഇത് മലയായി, ഇങ്ങനെ മുകളിൽ കയറിക്കൊണ്ടിരിക്കും. എന്നിട്ട് ബസ്സിലൊരു പോയിന്റ് വരെ എത്തിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് മേളോട്ട് കയറണം. സോ അവിടെ നമ്മൾ മേളോട്ട് കയറുമ്പോഴുള്ള വ്യൂ ആണ് നിങ്ങളിപ്പം കാണുന്നത്. അടിപൊളിയാണ്, ഭയങ്കര തണുപ്പാണ്.
ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. മഴയല്ല, അതൊരു മിസ്റ്റാണ് സത്യം പറഞ്ഞാൽ. അടിപൊളി. ഞാനിപ്പോഴും മുകളിൽ തന്നെയാണ്, മലയിൽ തന്നെയാണ്. ഇവിടെ മാത്രം കണ്ടുവരുന്ന ഒരു ആനിമലാണ് നീലഗിരി താഴ്സ്. അപ്പോൾ അതാണ് ഇപ്പം ഞാൻ കണ്ടത്. 2-3 ഞാൻ കണ്ടു. അടിപൊളി. ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. അടിപൊളി സ്ഥലം കേട്ടോ. നിങ്ങൾ എല്ലാവരും മസ്റ്റായിട്ട് വന്ന് ട്രൈ ചെയ്യേണ്ട ഒരു സംഭവം തന്നെ, ഒരു എക്സ്പീരിയൻസ് ആണിത്. ലൈക്ക് പ്രത്യേകിച്ച് ആക്ടിവിറ്റി ഇല്ല, ഒന്നുമില്ല, ജസ്റ്റ് നടക്കുന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ കിട്ടുന്ന ഈ സീനറി എനിക്ക് തോന്നുന്നില്ല നമുക്ക് വേറെ എവിടെയും കാണാൻ പറ്റുന്നു. അടിപൊളി അടിപൊളി. അതൊക്കെ ഉണ്ട്, നമ്മൾ ഈ ക്ലൗഡ്സ് ഒക്കെ പാസ് ചെയ്യുന്നേ അത്. ഇതിൻ്റെ അപ്പുറം നമുക്ക് പോകാൻ പറ്റില്ല. നമ്മൾ ഓൾറെഡി കുറേ മുകളിൽ കയറി. ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കണ്ടോ, ഇതാണ് ഇവിടുത്തെ ഫുഡ് ട്രക്ക്. ഈ റൂട്ടാണ് പാട്. നമ്മൾ ഇത്രയും കയറി ഇപ്പൊ റെസ്റ്റ് എടുക്കുക. ഇത് വീഡിയോയിൽ കാണുമോന്ന് എനിക്കറിയില്ല, പക്ഷെ ഭയങ്കര ഇങ്ങനെ കുത്തിനെ കയറ്റാ. ഇവിടെ എത്തിക്കഴിഞ്ഞത് അവിടെ നമ്മൾ എത്തണ്ടേ. ഇവിടെ എത്തിക്കഴിഞ്ഞാലും തീരുന്നില്ല, നമ്മൾ സ്റ്റെയർ കയറണം. ഇത് മാത്രമാണ് ഈ റിസോർട്ടിൽ നിൽക്കാനുള്ള പാട്. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടല്. ഈ റൂട്ടിൽ കൂടെ നമ്മൾ കയറി വന്നേ. ഇനി അങ്ങോട്ടും മേലോട്ട് ഇങ്ങനെ കയറി പോകുന്നുണ്ട്. ഇവിടെ എന്താ നമുക്ക് നോക്കാം. ഇപ്പം അയ്യാ, ഇതെനിക്ക് തോന്നുന്നു ഈ ഹോട്ടലിൻ്റെ പാർക്കിംഗ് ഏരിയ ആണ്. നമ്മുടെ ബാൽക്കണി വരുന്നതും ഈ ഏരിയയിലാണ്. പോയി നോക്കാം. സെയിം വ്യൂ ആയിരിക്കും, ബാൽക്കണിയിൽ കിട്ടുന്ന അതേ വ്യൂ ആയിരിക്കും ഇവിടെ. ഫുൾ മഞ്ഞായിട്ടിരിക്കും, അതുകൊണ്ടൊന്നും കാണുന്നില്ല. ഹലോ ഗായ്സ്, സോ ഇന്നത്തെ മൂന്നാറിൻ്റെ ട്രിപ്പ് ഫുൾ കംപ്ലീറ്റ് ആയി. ഇനി എനിക്ക് തോന്നുന്നില്ല മൂന്നാർ ഇനി നമുക്ക് വേറെ എന്തെങ്കിലും കാണാനുണ്ടെന്ന്. നമ്മൾ ഫുൾ മൂന്നാർ കവർ ചെയ്തു. ഇപ്പം ഞാൻ തിരിച്ച് ഹോട്ടലിൽ വന്നു. നല്ല അടിപൊളി ചായയും പക്കോടയാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അടിപൊളി വെതറാണ്. ഈ ഒരു എക്സ്പീരിയൻസ് വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. അല്ലാണ്ട് ഫോണിലോ വീഡിയോയിലോ ഫോട്ടോയിലോ ഒന്നും കാണിച്ചു തരാൻ പറ്റത്തില്ല. അതിൻ്റെ ബ്യൂട്ടി ഒരിക്കലും കാണാൻ പറ്റത്തില്ല. നമ്മൾ കുറേ സ്ഥലത്ത് പോയി ഇന്ന് കുറേ കവർ ചെയ്തു. നാളെ ഇനി നമ്മൾ തേക്കടിയിലോട്ടാണ് പോകുന്നത്. മൂന്നാറിൽ ഇനി എനിക്ക് തോന്നുന്നു ബൊട്ടാനിക്കൽ ഗാർഡനും ജീപ്പ് സഫാരി മാത്രമേ ഉള്ളൂ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ജീപ്പ് സഫാരി മഴ ആയതുകൊണ്ടും പിന്നെ ഓൾറെഡി നമ്മൾ സ്പൈസ് ഗാർഡനിൽ ജീപ്പ് സഫാരിക്ക് പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ ട്രൈ ചെയ്തില്ല അത്. എനിക്ക് പേടിയുണ്ടായിരുന്നു പോകാൻ വേണ്ടി ഈ മഴയത്ത്. പിന്നെ ബൊട്ടാനിക്കൽ പോകാൻ നമുക്ക് ടൈം കിട്ടിയില്ല.
അത് ഒന്നിക്ക് നാളെ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ രാവിലെ പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞാൽ അവിടെ പോവാം, അല്ലെങ്കിൽ നേരെ നമ്മൾ തേക്കടിയിലോട്ടേക്ക് പോവാം. ഈ ഹോട്ടലിനെ പറ്റി പറയാനാണെങ്കിൽ കമൽ മിസ്റ്റി വുഡ്സ് നല്ല ഹോട്ടലാണ്, നല്ല സർവീസാണ്, എല്ലാം അടിപൊളിയാണ്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ആ ഒരു കേക്കേ ഉള്ളൂ ബുദ്ധിമുട്ട്, കാരണം ഫാമിലീസ് ആയിട്ട് വരുമ്പം എനിക്ക് തോന്നുന്നില്ല ഫാമിലീസ് കുട്ടികളൊക്കെ ആയിട്ട് കയറി വരാൻ ബുദ്ധിമുട്ടാണെന്ന്. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഈ ഹോട്ടല് 6 months ആയിട്ടുള്ളൂ. സോ ആ ഒരു പുതുമയുണ്ട് ഹോട്ടലിന്, ഇന്റീരിയേഴ്സ് ഒക്കെ അടിപൊളിയാണ്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഈ വ്യൂ ആണ് ഏറ്റവും സ്പെഷ്യൽ. സോ ഞാൻ എൻജോയ് ചെയ്തു.